ഇന്ന് ജൂൺ 21 ഇൻ്റർനാഷണൽ യോഗ ഡേ അല്ലേ. നമുക്ക് മുട്ടിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന കുറച്ച് യോഗാസനങ്ങളെ പരിചയപ്പെടാം. ഉത്കടാസനം പേശികളെ ശക്തിപ്പെടുത്തുന്നു, നില മെച്ചപ്പെടുത്തുന്നു, നടുവേദനയെ സുഖപ്പെടുത്താൻ വളരെയധികം സഹായിക്കുന്നു. മറ്റൊന്നാണ് വീരഭദ്രാസനം. ശക്തി വർദ്ധിപ്പിക്കുന്നു, ഇടുപ്പിലെ സന്ധിയുടെ ആയാസം കുറയ്ക്കുന്നു, രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നു. ഇത് ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. മറ്റൊന്ന് ആഞ്ജനേയാസനം. കാലിലെ പേശികളുടെ ആയാസം കുറയ്ക്കുന്നു, ബാലൻസ് മെച്ചപ്പെടുത്തുന്നു, നിങ്ങളുടെ കൈയും നടുവും കാലുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ മെച്ചപ്പെടുത്താൻ വളരെയധികം സഹായിക്കുന്നു. സേതുബന്ധാസനം ശരീരത്തിലെ അധോഭാഗത്തെ പേശികളെയാണ് ശക്തിപ്പെടുത്തുന്നത്, ശ്വസന പ്രക്രിയയെ മെച്ചപ്പെടുത്തുന്നു, നട്ടെല്ലിൻ്റെ സ്ഥിരതയെ സഹായിക്കുന്നു. മറ്റൊന്ന് വൃക്ഷാസനം. നാഡീപേശി ഏകോപനം മെച്ചപ്പെടുത്തുന്നത് കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനും കൂടെ സഹായിക്കുന്നു. സന്തുലിതാവസ്ഥയും സ്ഥിരതയും മെച്ചപ്പെടുത്തുന്നു, തുട, കാൽ, നട്ടെല്ല് എന്നിവ ബലപ്പെടുത്തുന്നു. മറ്റൊന്ന് ബാലാസനം. നടുവിലെ സന്ധികളുടെ വഴക്കം മെച്ചപ്പെടുത്തുന്നു, നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും ശമനം നൽകുന്നു, അതുപോലെ തന്നെ ദഹന പ്രക്രിയയെ സഹായിക്കുന്നു. താടാസനം ശരീരത്തിലെ കോർ മസിലുകളായ വയറിൻ്റെ മസിൽസിനെയാണ് ശക്തിപ്പെടുത്തുന്നത്. ശരീരത്തിലെ ബാലൻസ് മെച്ചപ്പെടുത്താനും നട്ടെല്ല്, കാൽമുട്ട് എന്നിവ ശക്തിപ്പെടുത്താനും വളരെയധികം സഹായിക്കുന്നു. കൂടുതലായിട്ടുള്ള യോഗ കൺസൾട്ടേഷനും സംശയങ്ങൾക്കും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഡോക്ടർ ദൃശ്യ എസ് കുമാർ, തൃപ്പാദം ആയുർവേദ ചികിത്സാ കേന്ദ്രം, തകഴി, 9846746074.